ഈ ഫീൽഡ് ഓഫീസർ 420 വരുന്നു. അതുകൂടാതെ വേറെ എന്തെങ്കിലും റബ്ബർ കർഷകർക്കുണ്ടോ? റബ്ബർ കർഷകർ വേറെ എന്താ വേണ്ടത്? റബ്ബർ കർഷകർ ജീവിക്കണം, കാശ് വേണം. അത് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ റബ്ബറിന് മാത്രമായിട്ട് വില വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റാണ്, ഇന്ത്യയിലെ മറ്റ് ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നം, ഇത് നമ്മൾ വ്യവസായ ഉൽപ്പന്നമോ കാർഷിക വിളയല്ല. കാർഷിക വിളയായിട്ട് ഇത് പ്രഖ്യാപിച്ച് വലിയ സംഘർഷം ഉണ്ടാവും. അങ്ങനെ വന്ന് ഇന്ത്യയിൽ പല സാധനവും അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ ഇവിടെ വ്യവസായ ഉൽപ്പന്നമായിട്ട് വെച്ചിരിക്കുക, അങ്ങനെ നമ്മൾ കേരളം ചെയ്തതല്ലേ. ഇനിയിപ്പോൾ അത് മാറ്റം ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ റബ്ബറിൻ്റെ മേഖല മുഴുവൻ കേരളം വിട്ടിട്ട് ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക റബ്ബർ വളരെ ചീപ്പായിട്ട് കിട്ടുകയാണ്. അവിടെ മാർക്കറ്റ് വില ആഗോള വില നോക്കിയാൽ നമ്മുടെ ഇപ്പോൾ കിട്ടുന്നതിനൊക്കെ കുറവാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളം സബ്സിഡി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് അടുത്ത ആഴ്ച പോകാനിരിക്കുക. വളം സബ്സിഡി ഇപ്പോൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ? വ്യവസായികളെയാണ് വളം സബ്സിഡിയുടെ പണം സർക്കാർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ വ്യവസായികൾ എന്ത് ചെയ്യും? അത് കുറച്ച് വളം കൊടുത്തിരിക്കുന്നു പറയുക, പക്ഷേ അത് കൃഷിക്കാരന് ഉപയോഗപ്പെടുന്നില്ല. അത് വളം സബ്സിഡിയുള്ള സാമ്പത്തിക കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കൃഷിക്കാരന് കൊടുക്കണം. എൻ്റെ ഒരു ഡിമാൻഡാണ്. അത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ബഹുമായിട്ട് പീയൂഷ് ഗോയൽ ഉൾപ്പെടെ മന്ത്രിമാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ ഒരു സമീപനം മാറ്റം ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. ഇനി വേറൊരു പ്രശ്നമല്ലെന്ന്, നമ്മുടെ കാര്യങ്ങൾ വേണ്ടതിൽ അവതരിപ്പിക്കാൻ കഴിയണ്ടേ? ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് ഞാനും എൻ്റെ മകനുമാണ് നമ്മുടെ ഷോണും ഉള്ളത്, പിന്നെ അഡ്വക്കേറ്റ് ജോർജ് ഹോസ്പിറ്റൽ. ഞങ്ങൾ അന്തിച്ച് ഇവർ ഈ മന്ത്രിമാരും അതുപോലെ തന്നെ നഡ്ഡാജി ദേശീയ പ്രസിഡൻ്റാണ്, എന്തൊരു എളിമയും മര്യാദയുള്ള ആളുകൾ അവരൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളെ CAG കയറ്റിക്കൊണ്ട് പോവുക. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെങ്ങനെയാണ്? സാധാരണക്കാരെ പാവപ്പെട്ടവരെ കണ്ടാൽ മുഖം തെളിയുമോ? കണ്ണു തുറന്ന് നോക്കുമോ? അതിന് വ്യത്യാസമുണ്ട്. ഒരു സംശയം വേണ്ട, എൻ്റെ മുന്നണി BJP പ്രവേശനം എന്ന് പറയുന്നത് എനിക്ക് ഒരു ലാഭം വേണ്ട, ഒരു ലാഭത്തിന് വേണ്ടിയല്ല, അങ്ങനെ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അതുകൊണ്ട് പച്ചയ്ക്ക് പറയുക, വലിയ മാറ്റം കേരളത്തിലെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും തൊഴിൽ മേഖലയിലും ഉണ്ടാവും. യുവാക്കൾക്ക് അതിൻ്റെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് അത് തെളിയിച്ചു കൊടുക്കും, ഒരു സംശയം വേണ്ട. ഞാനത് ചിന്തിച്ച് അവരിങ്ങോട്ട് പറയാൻ ഞാൻ സംസാരിക്കാൻ എനി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവർ തുടക്കം ഞാൻ നോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മറുപടി, പിന്നെ അതിന് വർത്താൻ വേണ്ടിയിട്ടുണ്ട്, എന്നോട് പറയേണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പം BJPക്കാരനാണ്, BJPയുടെ പ്രവർത്തകനാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് BJPയുടെ നേതൃത്വം തീരുമാനിക്കട്ടെ, അത് ആലോചിക്കട്ടെ, അവർ പറയട്ടെ, അപ്പം നോക്കും. അല്ലാതെ സീറ്റിന് വേണ്ടി ഒന്നും പുറകെ നടക്കുന്ന ഇടപാടൊന്നും PCR ഇല്ല, പേടിക്കണ്ട. എൻ്റെ എന്തൊരു മടയെ അറിയിച്ചു പ്രവർത്തനങ്ങളെ ഇന്നലെ അല്ലേ സംഭവം. ഒരു 24 മണിക്കൂർ തികട്ടറാവും, നീ ഒന്ന് സമ്മതിക്കേ. ഇതിങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇന്നലെ ഇവിടെ BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്നിരുന്നു. പിന്നെ സുരേന്ദ്രൻ വിളിച്ചിരുന്നു, BJPയുടെ നേതാക്കന്മാരെല്ലാം വിളിച്ചു. കാരണം ഞാൻ അവരെ വിളിക്കേണ്ട എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഇപ്പം മെമ്പർഷിപ്പ് അല്ലേ ഉള്ളൂ എനിക്ക്, എൻ്റെ പകരം കിടപ്പുണ്ട് മെമ്പർഷിപ്പ്, പേടിക്കണ്ട. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യും, തർക്കത്തിന് കാര്യമില്ല. ഞാൻ മുഴുവൻ എൻ്റെ മുഴുവൻ ജനപക്ഷം പ്രവർത്തകരും BJP പ്രവർത്തകരായി മാറിക്കഴിയുന്നു, ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. ഒരു വിട്ടുവീഴ്ച കണ്ട 2 കൊല്ലത്തേക്ക് കൂടുതൽ ജോലി, ഞാൻ ഇന്ന് വരെ ചെയ്ത ജോലിയിലെല്ലാം കൂടെ ഈ 2 വർഷം കൂടുതൽ ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക.